ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിസാറ്റ് കമ്മിങ് ടു UPSC പ്രിലിമിനറി എക്സാമിനേഷൻ. സിസാറ്റ് ഒരു ക്വാളിഫയിങ് പേപ്പർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു 80% കുട്ടികൾക്കും എന്താ പറയാ, ഈ IAS ഡ്രീം കയ്യിൽ നിന്ന് പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സിസാറ്റ് പേപ്പറാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സിസാറ്റിനെ നമ്മൾ വില കുറച്ച് കാണുന്നു. 33% മതി എന്നൊരു ധാരണയില് അവസാന മാസങ്ങളിൽ ഏപ്രിൽ മെയ്യിൽ മാത്രം സിസാറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓഫ് കോഴ്സ് നമ്മളെന്ന് വെച്ചാല് സിസാറ്റിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അതും ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമുക്ക് സിസാറ്റിന്റെ ബേസിക്, സിസാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞാനൊരു 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, യെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദർ, റീസണിങ് ഈസ് ദർ, കോംപ്രിഹെൻഷൻ ഈസ് ദർ. അപ്പൊ ഈ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? 2026 സിസാറ്റ് പേപ്പർ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണണം. ഒന്ന്, ലഞ്ച് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സിസാറ്റ് 2026 പേപ്പർ എടുത്തിട്ട് ഒന്ന് നോക്കുക. അപ്പൊ ആ പേപ്പർ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് റീസണിങ് മാത്രം നോക്കിപ്പോയിട്ടോ, മാത്സ് മാത്രം നോക്കിപ്പോയിട്ടോ, കോംപ്രിഹെൻഷൻ മാത്രം നോക്കിപ്പോയിട്ടോ ഒരിക്കലും സിസാറ്റ് ക്ലിയർ ചെയ്യാനാവില്ല. ഈ 3 പ്രധാനപ്പെട്ട ഘടാഘടിയന്മാരുള്ള സിസാറ്റിൽ അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മാത്സ് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്സും റീസണിങ്ങും കൂടി നോക്കുക, അല്ലെങ്കിൽ മാത്സും കോംപ്രിഹെൻഷനും കൂടി നോക്കുക. മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ നമ്പർ സിസ്റ്റം, ന്യൂമറസി ഒക്കെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. കുറെ ഏരിയാസ് ഒക്കെ ഈസിലി ഡൂവബിൾ ആണ്, ശരിയല്ലേ? അപ്പൊ മാത്സിൽ ചെയ്യാൻ പറ്റുന്ന ഏരിയാസും കോംപ്രിഹെൻഷനും, അല്ലെങ്കിൽ മാത്സും റീസണിങ്ങും. ഓക്കെ, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ. ഇനി മാത്സ് നിങ്ങൾക്ക് ഭയങ്കര ടഫ് ആണെങ്കിൽ ഈ കോംപ്രിഹെൻഷനും റീസണിങ്ങും നല്ല രീതിയിൽ ഒന്ന് ചെയ്തു പോകും. ഓക്കെ, അങ്ങനെ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. ഡെയിലി ഒരു 4-5 ക്വസ്റ്റ്യൻസ് സിസാറ്റിൽ സോൾവ് ചെയ്ത് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? സോ നമുക്കറിയാം സിസാറ്റിൽ ഈ 3 പ്രധാനപ്പെട്ട ഏരിയാസിൽ ഒന്ന് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. ഒരു പാസേജ് തന്നു, അതിന്റെ താഴെ ക്വസ്റ്റ്യൻ തന്നു, ചോയ്സസ് തന്നു. ക്വസ്റ്റ്യൻ പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിന്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഫറൻസോ, അസംഷനോ, കൺക്ലൂഷനോ, മെയിൻ ഐഡിയോ, ക്രെക്സോ നിങ്ങൾ പിക്ക് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ പാസേജില് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില അലിഖിത നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പാസേജിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, 10-75 മാർക്കിന്റെ ഒരു ബിസിനസ് ആണ് ഈ പറയുന്ന കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൈവെടിയുന്നത് മണ്ടത്തരമാണ്. 67 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിസാറ്റ് ക്വാളിഫൈ ചെയ്യാം, ശരിയല്ലേ? അപ്പോ കോംപ്രിഹെൻഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ സിസാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡൺ എന്നുള്ളതാണ് ഒരു അവസ്ഥ. ഓക്കെ, സോ കമ്മിങ് ടു സിസാറ്റ് കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോ നിങ്ങൾ നോക്കൂ, വളരെ പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും ആദ്യത്തെ കാര്യം, എല്ലാ പാസേജസിലും നിങ്ങൾക്ക് എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്, ശരിയല്ലേ? പാസേജിന്റെ താഴെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ചോയ്സസിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ചില ക്ലൂസ് UPSC തന്നെ അവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ചോയ്സിൽ ഇങ്ങനെയുള്ള എക്സ്ട്രീം വേർഡ്സ് വരുവാണെങ്കിൽ, ഓൾ, ഓൺലി, ഓൾവേസ്, നെവർ, കംപ്ലീറ്റ്ലി, യൂണിവേഴ്സലി, ഇന്നവിറ്റബിളി, ഇമ്പോസിബിൾ, ഇങ്ങനെയുള്ള ചില എക്സ്ട്രീം വേർഡ്സ് തരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് കേസസിൽ എന്തായിരിക്കും? പ്രിഫറബിൾ അല്ല. അത് മോസ്റ്റ് കേസസിൽ തെറ്റായിട്ടുള്ള ചോയ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എപ്പോഴും അങ്ങനെ ആവുന്ന ഒരു നിർബന്ധമില്ല. ആ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റുവലി അത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ കേസ് എക്സെപ്ഷനിലാണ്. ഓക്കെ, ഇപ്പൊ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, കോണ്ടെക്സ്റ്റുവലി മാച്ച് ചെയ്യുന്നുണ്ട്, യെസ്, എവിഡന്റിക്കൽ ആണ്, ഒബ്വിയസ്ലി അവിടെ ഓക്കെയാണ്. പക്ഷെ അതർവൈസ് മോസ്റ്റ് കേസസിൽ ഈ എക്സ്ട്രീം കീവേഡ്സ് തരുന്ന, എക്സ്ട്രീം വേർഡ്സ് അപ്ലൈഡ് ആയിട്ടുള്ള എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് കേസസിൽ തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എക്സ്ട്രീം കീവേഡ്സ് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നോക്കിക്കേ, ഔട്ട്സൈഡ് നോളജ്. മേ ബി നിങ്ങൾ GS 1, 2, 3, 4 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹിസ്റ്ററി, മാത്സും, ഈ പറയുന്ന ജോഗ്രഫിയും, സയൻസും, എക്കണോമി, എൻവയോൺമെന്റും, ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും ഡോണ്ട് അപ്ലൈ യുവർ ഔട്ട്സൈഡ് നോളജ് ഇൻ ടു ദിസ് സിസാറ്റ് പാസേജിലേക്ക് കൊണ്ടുവരരുത്. അത് എപ്പോഴും തെറ്റിക്കും. ഓക്കെ, statement may be factually correct but unsupported by the passage in comprehension, therefore not the answer. That means ഒരു പർട്ടിക്കുലർ പാസേജിൽ ഓഥർ എന്താണോ പറയാൻ ശ്രമിക്കുന്നത്, അയാൾ എന്താണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ മാത്രം പിടിച്ച് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, നമ്മുടെ എൻവയോൺമെന്റൽ നോളജോ, എക്കോളജിക്കൽ നോളജോ, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റോ, നമ്മുടെ ബഡ്ജറ്റ് ആൻഡ് സർവേ അനാലിസിസോ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് നോളജ് ഒരു കാരണവശാലും പാസേജിൽ അപ്ലൈ ചെയ്യരുത്. പാസേജിന്റെ ആദ്യത്തെ വേർഡ് തൊട്ട് അവസാനത്തെ വേർഡ് വരെ ഓഥർ എന്താണോ സംസാരിക്കുന്നത്, ചിലപ്പോൾ ലോജിക്കലി ഇൻകറക്റ്റ് ആവാം.
ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ പഠിച്ചതിൽ നിന്ന് വിപരീതമാവാം. ഓക്കെ, അല്ലെങ്കിൽ അയാളുടെ ടോൺ ഡിഫറെന്റ് ആവാം, ക്രിട്ടിക്കൽ ആവാം, പലതും ആവാം. പക്ഷെ ആദ്യത്തെ വേർഡ് തൊട്ട് അവസാനത്തെ വേർഡ് വരെ ആ പാസേജിൽ ഓദർ എന്താണോ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഒരു പാസേജ് ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, ഡോണ്ട് അപ്ലൈ ഔട്ട്സൈഡ് നോളജ്. ദെൻ ആക്ടർ ചേഞ്ച് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. യെസ്, ഇവിടെ നോക്കിക്കേ, ഒരു ഉദാഹരണം, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊഹിബിറ്റഡ് കോൾ, എന്നിട്ട് ചോയ്സിലേക്ക് വരുമ്പോഴത്തേക്കും ദ സുപ്രീം കോർട്ട് പ്രൊഹിബിറ്റഡ് കോൾ. ആക്ടർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, ആക്ടർ ചേഞ്ച് ചെയ്തു, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് പ്രൊഹിബിഷൻ ഓഫ് കോൾ ആയിരിക്കും. ആരാണ് ചേഞ്ച് ചെയ്തെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശരിയല്ലേ? അപ്പൊ ഓൾവേസ് ടേക്ക് കെയർ ദാറ്റ് ആക്ടർ ചേഞ്ച് ട്രാപ്പ് ഈസ് ഓൾവേസ് ദർ. നിങ്ങളോട് പാസേജിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, ചോയ്സിൽ സുപ്രീം കോർട്ട് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ടേക്ക് കെയർ, ദാറ്റ് ഈസ് അനദർ ട്രാപ്പ്. ഇതും നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, പാസേജസ് സോൾവ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സ്ട്രീം കീവേഡ് ട്രാപ്പ് ഈസ് ദർ, ആക്ടർ ചേഞ്ച് ട്രാപ്പ് ഈസ് ദർ, outside knowledge trap is there, then see cause and effect trap is there. Just look into the passage. A country adopted AI and agricultural productivity increased. ഒരു particular statement ശ്രദ്ധിക്കൂ. Okay, country adopted AI and agricultural productivity increased. എന്നിട്ട് അതിൽ കൺക്ലൂഷൻ എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ എഴുതി, AI was the only reason for the increase. അത് കൺക്ലൂഷൻ ആവുന്നുണ്ടോ? കൺക്ലൂഷൻ ആവുന്നുണ്ടോ? യെസ്. എന്താണ് പ്രോബ്ലം? സീക്വൻസ് ഓർ കോറിലേഷൻ ഡസന്റ് ഓട്ടോമാറ്റിക്കലി എസ്റ്റാബ്ലിഷ് ദ കൊസേഷൻ. സോ എന്താണ് ആക്ച്വലി കൊസേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത് കണ്ടെത്താനുള്ള ഒരു ത്വര നമ്മളിൽ വേണം. മനസ്സിലായില്ലേ? ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യെസ് ദാറ്റ് ബിക്കം ദ റീസൺ, ദാറ്റ് ബിക്കം ദിസ് ആൻസർ. അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പൊ കോസ് ആൻഡ് എഫക്ട് ട്രാപ്പ് എന്നുള്ള സംഭവം മറ്റൊരു പ്രധാനപ്പെട്ട കെണിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ്, പാസേജിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ എന്താ പറയാ ലോജിക്കൽ റിസൾട്ട് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കാരണഭൂതരായിട്ട് മാറുന്നത് എന്താണ്. ഒബ്വിയസ്ലി യു മസ്റ്റ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. മറ്റൊന്ന് പോസിബിലിറ്റി ടു സർട്ടനിറ്റി ട്രാപ്പ്. ഇത് ഒരുപാട് കേസസിൽ ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. പാസേജിൽ നോക്കിക്കേ, ദ പോളിസി മേ റെഡ്യൂസ് പുവർട്ടി. ദ പോളിസി മേ റെഡ്യൂസ് പുവർട്ടി. എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? മേ റെഡ്യൂസ് പുവർട്ടി. പോളിസി മേ റെഡ്യൂസ് പോവർട്ടി. അതൊരു സർട്ടനിറ്റി ആണോ? സർട്ടനിറ്റി ക്ലോസ് ആണോ? മസ്റ്റ് ആയിട്ടും ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നുണ്ടോ? ഇങ്ങനെ ഒരു പോളിസി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു, അത് ഒരുപക്ഷെ പോവർട്ടി കുറയ്ക്കാം. ശരിയല്ല? അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ആൻസറിൽ ചോയ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തന്നു, പോളിസി വിൽ എലിമിനേറ്റ് പോവർട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? പോസിബിലിറ്റിനെ സർട്ടനിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളെ ട്രാപ്പ് ചെയ്തു. സോ പ്ലീസ് ടേക്ക് കെയർ ദാറ്റ് പോസിബിലിറ്റി സർട്ടനിറ്റി ട്രാപ്പ് ഈസ് ദർ. Again, see, half correct statement is there. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യത്തെ ഭാഗം ശരിയാണ്, രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. Okay, just look into this. Exercise improves health but cannot prevent every disease. ഇനി ഇതിന്റെ half correct answer എങ്ങനെയാണ്? Exercise improves health and prevents all diseases. See, ഇവിടെ പറഞ്ഞിരിക്കുന്നത് exercise improves health but cannot prevent every disease എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചിലപ്പോൾ അത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. Now ചോയ്സിലേക്ക് വരുമ്പോഴത്തേക്കും exercise improves health and prevents all diseases. Exercise improves health എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കൂടെ ചോയ്സ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്താണത്? യെസ്, exercise improves health and prevents all diseases. Prevents all diseases എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഹാഫ് കുക്ക്ഡ് ആൻസേഴ്സ് എന്താണ്? ട്രാപ്പ് ആണ്. ഓക്കെ, then see, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ട്രാപ്പ് is there. ഇത് മോസ്റ്റ്ലി നമ്മൾ GS-ലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ചോദിച്ചു. നോട്ട് വലിയ വെണ്ടയ്ക്ക സൈസിൽ അവര് ബോൾഡ് ചെയ്തൊക്കെയാണ് തരുന്നത്. കാണട, കണ്ണ് തുറന്ന് കാണട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോട്ട് കറക്റ്റിൽ നോട്ട് നമ്മൾ കാണുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ളത് പോയിട്ട് പിക്ക് ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ വിച്ച് ഇൻഫറൻസ് ഈസ് ഇൻവാലിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാലിഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇൻവാലിഡ് ആണ്. അവിടെയും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? വാലിഡ് ആയിട്ടുള്ളത് പിക്ക് ചെയ്യും. വിച്ച് കൺക്ലൂഷൻ കനോട്ട് ബി ഡ്രോൺ. ക്യാൻ ബി ഡ്രോൺ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത കൺക്ലൂഷൻ എന്താണ്, ഇൻഫറൻസ് എന്താണ്, അസംഷൻ എന്താണ്. പക്ഷെ അതും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഓൾവേസ് ഐ സേ ദാറ്റ് ദീസ് തിങ്സ് എക്സ്ട്രീം വേർഡ് ട്രാപ്പ് ഈസ് ദർ, ഔട്ട്സൈഡ് നോളജ് ട്രാപ്പ് ഈസ് ദർ, ആക്ടർ ചേഞ്ച് ട്രാപ്പ് ഈസ് ദർ, കോസ് ആൻഡ് എഫക്ട് ട്രാപ്പ് ഈസ് ദർ, പോസിബിലിറ്റി ടു സർട്ടനിറ്റി ട്രാപ്പ് ഈസ് ദർ, ഹാഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രാപ്പ് ഈസ് ദർ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ട്രാപ്പ് ഈസ് ദർ. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു UPSC ആസ്പിരന്റ് CSAT കോംപ്രിഹെൻഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ട്രാപ്പുകൾ പാസേജസിലുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ 2026 ഒരു പാസേജ് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നൗ see, this is for everyone's understanding. There is a scope method here. There is a scope method. See, S4, see the question first before reading the passage.
നിങ്ങൾക്ക് വലിയൊരു പാസേജ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ 2 പേജിലുള്ള 3 പേജിലുള്ള അല്ലെങ്കിൽ ഒരു ഹാഫ് പേജിലുള്ള വലിയ പാസേജ് തന്നിട്ടുണ്ടാവും. ഈ പാസേജ് മുഴുവൻ വായിച്ച് ബാഹുബലിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങി നിങ്ങൾ എൻഡിലേക്ക് എത്തുമ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും പാസേജ് മറന്നുപോയിട്ടുണ്ടാവും. ശരിയല്ലേ? വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്? റിവേഴ്സ് ഗിയറിൽ പോവാണ്, വീണ്ടും പാസേജ് വായിച്ചു വരുന്നു, വീണ്ടും. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് ആണ്. സീസാറ്റിൽ അധികം കുട്ടികളും ട്രാപ്പ് ആവുന്നത് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പാസേജസിന്റെ സൈസ് ലെങ്തി ആയിരിക്കും, ക്വസ്റ്റ്യന്റെ സൈസ് ലെങ്തി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സീസാറ്റിൽ കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യുമ്പോൾ ഓൾവേസ് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഓൾവേസ് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ക്വസ്റ്റ്യനിൽ ചില കീവേഡ്സ് തന്നിട്ടുണ്ടാവും. എന്തൊക്കെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, മെയിൻ ഐഡിയ ആയിരിക്കും നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്, അസംഷൻ ആയിരിക്കും നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്, ഇൻഫറൻസ് ആയിരിക്കും ചിലപ്പോൾ പിക്ക് ചെയ്യേണ്ടത്, ചിലപ്പോൾ കൺക്ലൂഷൻ ആയിരിക്കും, ചിലപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ചിലപ്പോൾ ഓതേഴ്സ് ഒപ്പീനിയൻ ആയിരിക്കും. അപ്പൊ നമ്മള് എവിടെയാണ് മീൻ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് വേണം വല വീശാനായിട്ട്. ശരിയല്ലേ? ഒരുപാട് ഓടി നടന്ന് വല വീശി കഴിഞ്ഞാൽ മീനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ക്വസ്റ്റ്യൻസും ചോയ്സസും ആദ്യം എന്തിനാണ് നിങ്ങളൊന്ന് ഗ്ലാൻസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയാണ് നിങ്ങൾ വല വീശേണ്ടത്, എവിടെയാണ് നിങ്ങൾ വേട്ടയാടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പിക്ചർ എവിടെ തരും? ക്വസ്റ്റ്യൻസിൽ തരും. അപ്പൊ ക്വസ്റ്റ്യനും ചോയ്സസും നിങ്ങൾ ആദ്യം വായിക്കുക. ക്വസ്റ്റ്യൻസ് ആൻഡ് ചോയ്സസ് ആദ്യം വായിച്ചതിന് ശേഷം എങ്ങോട്ടേക്ക് പോവാ? പാസേജിലേക്ക് പോവാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു മഹാസമുദ്രമാണ് പാസേജ് എന്ന് വിശ്വസിക്കുക. യെസ്, അവിടെ എവിടെ വല വീശിയാൽ സ്രാവിനെ കിട്ടും, അല്ലെങ്കിൽ കൊമ്പനെ കിട്ടും, അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഹ്യൂജ് കളക്ഷൻ ഓഫ് മീനെ കിട്ടും എന്നറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കണം, ക്വസ്റ്റ്യനും ചോയ്സും വായിക്കുക. ഇതിന്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ശരിയല്ലേ? ഒരു ഡെസ്റ്റിനേഷനും ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു പോയി എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് യെസ് നിങ്ങൾ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്നത്. ശരിയല്ലേ? സോ റീഡ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? വെദർ ഇൻഫറൻസ് ആണോ, അസംഷൻ ആണോ, മെയിൻ ഐഡിയ ആണോ, ഒപ്പീനിയൻ ആണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പാസേജിലേക്ക് ഡൈവ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് വരും. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്ത മെത്തേഡ് എന്താണ്? ക്യാപ്ചർ ദ സെൻട്രൽ മെസ്സേജ്. യെസ്, നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ നാത്തൂന് മാലയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മായിമ്മയ്ക്ക് വളയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മായിപ്പന് തോക്കുണ്ടായിരുന്നു, ഇവരെല്ലാവരും ലൈക്ക് എന്താ വെച്ചാൽ അവിടെ പോകാറുണ്ടായിരുന്നു, ഇവിടെ പോകാറുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ ഇടി തൊഴി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വായിച്ചു പോകാനൊന്നും നമുക്ക് സമയമില്ല. പാസേജിൽ ഒരുപാട് സാധനങ്ങൾ തന്നിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മെയിൻ ഐഡിയനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കേസ് സ്റ്റഡീസും കുറെ സിറ്റുവേഷണൽ എവിഡൻസസും എക്സാമ്പിൾസും ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും ചപ്പ് ചവറ് സർവത്ര സാധനങ്ങളും പാസേജിൽ തന്നിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ സൂക്ഷ്മദർശിനി വെച്ചിട്ട് ഓരോന്നിന്റെ മീനിങ് വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ജന്മത്ത് എന്ത് ചെയ്യാൻ പോകുന്നില്ല? സീസാറ്റ് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പാസേജസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി സെൻട്രൽ ഐഡിയ എപ്പോഴും പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്രക്സ് ഓഫ് ദ പാസേജ് എന്താണോ അതിലെ സെൻട്രൽ ഐഡിയയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഇനി തൊട്ട് അങ്ങോട്ടേക്ക് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട്? ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടോ? എല്ലാവരും വായിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഒപ്പീനിയൻ പേജും എഡിറ്റോറിയൽ പേജസ് ഒക്കെ വായിക്കുമ്പോൾ വലിയ എന്താ പറയുക ഭയങ്കര സൈസിലുള്ള പാസേജസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ കാണും. അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ കോർ ഐഡിയ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിന്റെ ഉദ്ദേശം അതിന്റെ സെൻട്രൽ ഐഡിയ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞതുള്ളൂ ഇവിടെ പാസേജ് ലെങ്തി ആയിരിക്കാം, ചെറുതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് അതിന്റെ സെൻട്രൽ ഐഡിയ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര നിങ്ങൾക്ക് ഉണ്ടാവണം. അത് മാത്രമേ ഇവിടെ വർക്ക്ഔട്ട് ആവുള്ളൂ. ഓക്കെ, ഇതിൽ സപ്പോർട്ടിംഗ് ഐഡിയാസ് ഉണ്ടാവും, ആർഗ്യുമെന്റ്സോ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും, എവിഡൻസസ് ഉണ്ടാവും, കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ഇതൊന്നും അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലെ സെൻട്രൽ ആശയം എന്താണ്, അതിന്റെ മേജർ കൺസേൺ എന്താണ്, എന്തിനെ കുറിച്ചാണ് ഓതർ സംസാരിക്കുന്നത്. ഓൾവേസ് ടേക്ക് കെയർ ഓഫ് വാട്ട് ഈസ് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് ദ പാസേജ്. ചിലപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ലാസ്റ്റ് ലൈനിൽ തന്നിട്ടുണ്ടാവും. ഗോട്ട് ഇറ്റ്? ചിലപ്പോൾ അതെന്താ വെച്ചാൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും, എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഓക്കെ, so you see that always capture the central message. Passage discusses pollution from coal, the need for cleaner fuel and the importance of these affordable alternatives. അതിന്റെ സെൻട്രൽ ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പാസേജ് ആണ്. ഇങ്ങനെ ചിന്തിക്കുക. യെസ്, പാസേജ് is discussing on the pollution from coal, need for cleaner fuel and importance of affordable alternative. ഇനി ഇതിന്റെ സെൻട്രൽ മെസ്സേജ് എന്താണ്? Pollution control bans succeed only when affordable clean alternatives are available. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ ഒരു പർട്ടിക്കുലർ പാസേജിനെ സമറൈസ് ചെയ്യുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബാൻസ് സക്സീഡ് ഓൺലി വെൻ അഫോർഡബിൾ ക്ലീൻ ഓൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ. മനസ്സിലായോ? ഒരു പാസേജിന്റെ സെൻട്രൽ ഐഡിയ ആണ്. ഇതിന് പകരം നമ്മൾ അതിന്റെ ബസ്സും കാറും CNG അതും ഇതെല്ലാം തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തത്തില്ല. അപ്പോൾ ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്
നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാസേജ് വായിച്ച് സെൻട്രൽ ഐഡിയ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, നൗ അഗെയിൻ സ്കോപ്പിൽ നമ്മൾ എസ് പറഞ്ഞു, സി പറഞ്ഞു, അടുത്തത് എന്താണ്? യെസ്, ഓ. യൂസ് ഓൺലി ദ പാസേജ്. യൂസ് ഓൺലി ദ പാസേജ് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്. വാട്ട് ഈസ് ദാറ്റ്? ഡോണ്ട് അപ്ലൈ യുവർ ഔട്ട്സൈഡ് നോളജ്. നിങ്ങൾ കറണ്ട് അഫെയർ പഠിച്ചിട്ടുണ്ടാവാം, പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവാം, മോറൽ ജഡ്ജ്മെന്റ് ഉണ്ടാവാം, ഫാക്ട്സ് ഉണ്ടാവാം. ഇതൊന്നും എന്ത് ചെയ്യരുത്? Don't apply into passage. Don't apply into passage. Okay, electric vehicles can reduce urban air pollution. Yes, electric vehicles will completely eliminate climate change. Climate change ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഔട്ട്സൈഡ് നോളജ് ഒരു കാരണവശാലും പാസേജിലേക്ക് അപ്ലൈ ചെയ്യരുത്. Again you see that there is P. P means yes, always understand the scope of every option. Passage says some farmers. Yes, option says all farmers. Passage says diesel buses. Yes, option says all diesel vehicles. Passage says may improve. Option says will definitely improve. Passage says one important reason. Option says only reason. Passage says several countries. Option says every country. So ഇങ്ങനെയുള്ള ട്രാപ്പ് ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായോ? പാസേജിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിന് വിപരീതമായിട്ട് ഓപ്ഷനിൽ അതിനെ മാറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആക്ടർ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ പോസിബിലിറ്റിനെ സർട്ടനിറ്റി ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ കോസ് എഫക്റ്റ് ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഒരു മൈക്രോ സംഭവത്തെ മാക്രോ സംഭവം ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ട്രാപ്പുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ സി എലിമിനേറ്റ് ബിഫോർ ഓപ്ഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാസേജ് വായിച്ച് ചോയ്സസ് നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ യു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മൾട്ടിപ്പിൾ ചോയ്സസ് തന്നിട്ടുണ്ടാവും, നേരെ ആൻസറിലേക്ക് ഡൈവ് ചെയ്യല്ല ചെയ്യേണ്ടത്. അശ്വിനി മനസ്സിലാവുന്നുണ്ടോ? നേരെ ആൻസറിലേക്ക് ഡൈവ് ചെയ്യല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? തെറ്റായിട്ടുള്ള ചോയ്സസ് എലിമിനേറ്റ് ചെയ്ത് പോവാ. തെറ്റായിട്ടുള്ള ചോയ്സസ് എലിമിനേറ്റ് ചെയ്ത് പോവാ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തിലേക്ക് എത്തും? ആക്യുറേറ്റ് ആൻസറിലേക്ക് എത്തും. മനസ്സിലായോ? ഇപ്പൊ 4 ചോയ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ചോയ്സും എലിമിനേറ്റ് ചെയ്യാൻ ഗ്രൗണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കാം, ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അതൊരു എന്താ പറയുക കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. മനസ്സിലായോ? അങ്ങനെ പല റീസൺസ് ഉണ്ട്. പല റീസൺസ് കൊണ്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് ഓരോന്നിട്ട് ഒഴിവാക്കിയിട്ടാണ് ഫൈനൽ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. യെസ്, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് യു സി. യെസ്, ചിലപ്പോൾ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്സൈഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ഒന്നെന്തായിരിക്കും? ഔട്ട്സൈഡ് ഇൻഫർമേഷൻ. പാസേജിലോ അല്ലെങ്കിൽ ആ പ്രിമൈസസിലോ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നുണ്ടാവില്ല, ഔട്ട്സൈഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇനി ഒന്ന് എന്തായിരിക്കും? എക്സ്ട്രീം വേർഡ്സ് വെച്ചിട്ട് തന്നിരിക്കുന്ന എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒന്ന് റിവേഴ്സ്ഡ് ലോജിക് ആണ്. ഇനി ഒന്ന് അൺസപ്പോർട്ടഡ് കോസസ് ആണ്. ഇനി ഒന്ന് ചേഞ്ച്ഡ് ആക്ടേഴ്സ് ആണ്. ഇനി ഒന്ന് എക്സാജറേറ്റഡ് കൺക്ലൂഷൻ ആണ്. ഇങ്ങനത്തെ ഗ്രൗണ്ട്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഗ്രൗണ്ട്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ എലിമിനേറ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആക്യുറേറ്റ് ആൻസറിലേക്ക് എത്തും. അല്ലാണ്ട് നേരെ പോയിട്ട് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ട്രാപ്പിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നൗ അഗെയിൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ ഓദർ. സി, എന്താണ് ഓദർ ഏത് ടോണിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താം. ചിലപ്പോൾ പാസേജില് ഓദർ ചില വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി, ഫെയിലിയർ, ഇൻആഡിക്വേറ്റ് എക്സെട്ര, which is yes, indicating this critical tone of the author. May, perhaps, could, that is cautious tone of the author. Yes, encouraging, promising, beneficial, which is optimistic tone of the author. However, although, nevertheless, balanced tone of the author. Urgently, must, cannot ignore, that is concerned, persuasive tone of this author. അപ്പൊ ചില വേർഡ്സ് പാസേജിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? യെസ്, ഓദറിന്റെ ടോൺ എന്താണെന്ന് മനസ്സിലാക്കാൻ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഇൻഫറൻസ് പിക്ക് ചെയ്യാനോ അസംഷൻ പിക്ക് ചെയ്യാനോ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അസംഷനോ ഈവൻ ദ ക്രക്സ് ഓഫ് ദ പാസേജ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസേജ് സോൾവ് ചെയ്യുമ്പോൾ, എന്ത് സോൾവ് ചെയ്യുമ്പോൾ? പാസേജ് സോൾവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. ഇത് ഒറ്റയടിക്ക് തലയിലേക്ക് കയറില്ലെന്ന് എനിക്കറിയാം. ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസസിലൂടെ മാത്രമായിരിക്കും ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ ലോസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ഷോ യു സം ക്വസ്റ്റ്യൻസ് ഓഫ് 2026. ഓക്കെ, ഇനി സ്ഥിരമായിട്ട് വരുന്ന 3 കീവേഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് UPSCന്റെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്ന 3 കീവേഡ്സ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നോക്കുക, there is ഇൻഫറൻസ്.
there is assumption, there is conclusion. Do you have any idea about this? Inference എന്താണ്, assumption എന്താണ്, conclusion എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? What is that inference എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫറൻസ് എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് അസംഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കുറെ കൺക്ലൂഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൂന്നും വളരെ പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ്. നിങ്ങൾ UPSC ആസ്പിരന്റ് ആണെങ്കിൽ, CSAT ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ കോംപ്രിഹെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റും. 75 മാർക്കോളം വരും CSAT-ന്, ശരിയല്ല, കോംപ്രിഹെൻഷന്. അതിൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ചില കീവേഡ്സ് ആണ്. എന്താണ്? ഇൻഫറൻസ്, അസംഷൻ, കൺക്ലൂഷൻ. ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഗസ് അടിക്കാം. അമൃത, വാട്ട് ഈസ് ഇൻഫറൻസ്? മേക്ക് സം ഗസ്. Okay. Let's see. ഒരു ചെറിയ passage, many small farmers cannot use AI crop advisory app because these apps are available only in English. Therefore, the government should provide such apps in local languages. Passage എല്ലാവർക്കും മനസ്സിലായല്ലോ? Passage മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? Ashwini, passage understood na? You understood the passage? Okay, നോക്കിക്കേ. Many small farmers cannot use AI crop advisory apps because these apps are only in English, available only in English. Therefore, the government should provide such apps in local languages. This is the passage. ഇങ്ങനത്തെ ഒരു പാസേജ് തന്നാൽ ഇതിൽ ഇൻഫറൻസ് ചോദിച്ചാൽ, ഇതിൽ അസംഷൻ ചോദിച്ചാൽ, ഇതിൽ കൺക്ലൂഷൻ ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ഓക്കെ, വളരെ ഈസിയാണ്. ഞാൻ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇൻഫറൻസ് മീൻസ് വാട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പാസേജ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ല. കുറെ ആർഗ്യുമെന്റ്സോ, കൗണ്ടർ ആർഗ്യുമെന്റ്സോ, എക്സാമ്പിൾസോ, എവിഡൻസോ, കേസ് സ്റ്റഡീസോ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ആശയങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ വലിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എന്താ പറയാ, ഊഹിച്ചെടുക്കേണ്ട വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്താണ്? ദാറ്റ് ഈസ് മൈ ഇൻഫറൻസ്. ഓക്കെ, ഇത് ഇങ്ങനെയാണെങ്കിൽ what the stuff that logically follow this particular passage. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലോജിക്കൽ റിസൾട്ട് എന്താണ്? അപ്പൊ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ റിസൾട്ട് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ലോജിക്കൽ റിസൾട്ട് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പാസേജിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, അത് തെറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല, വേറെ ഓപ്ഷൻ ABCD വേറെ ഓപ്ഷൻസ് ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവണം. ഓക്കെ, ഇതിന്റെ വളരെ ആക്യുറേറ്റ് ആയിട്ട് വരുന്ന, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷൻ, ലോജിക്കൽ റിസൾട്ട് എന്തായിരിക്കും? ഓക്കെ, then see, assumption is what unstated belief supports the argument. എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയ എന്താണ്? ആ ഐഡിയ തെറ്റിക്കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് വീഴും. മനസ്സിലായോ? ആർഗ്യുമെന്റ് ശരിയാവണമെങ്കിൽ ഐഡിയ ശരിയാവണം. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ പർട്ടിക്കുലർ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അൺസ്റ്റേറ്റഡ് ബിലീഫ് എന്താണ്? ദാറ്റ് ഈസ് അസംഷൻ. കൺക്ലൂഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഓഥർ ഫൈനലി ട്രൈയിങ് ടു പ്രൂവ്? ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം എന്ത് ക്ലൈമാക്സിലേക്കാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ദാറ്റ് ഈസ് കൺക്ലൂഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇൻഫറൻസ്, വാട്ട് ലോജിക്കലി follows from this given information. See, language is a barrier preventing some small farmers from using AI apps. ആ പാസേജിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പർട്ടിക്കുലർ സോക്കോൾഡ് എന്താണ്, AI ക്രോപ്പ് അഡ്വൈസറി ആപ്പ് ഇംഗ്ലീഷിലായതുകൊണ്ട് ഒരുപാട് പേർക്കൊന്നും മനസ്സിലാവുന്നില്ല. ലോക്കൽ ലാംഗ്വേജിൽ കിട്ടിയാൽ ഉപകാരമായേനെ, ശരിയല്ലേ? ഇതിന്റെ ഒരു ലോജിക്കൽ റിസൾട്ട് ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി, ലാംഗ്വേജ് ഈസ് എ ബാരിയർ പ്രിവെന്റിംഗ് സം സ്മോൾ ഫാർമേഴ്സ് ഫ്രം യൂസിങ് AI apps. ശരിയല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റിന് മാച്ച് ആവുന്ന വളരെ ലോജിക്കൽ ആയിട്ടുള്ള അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ റിസൾട്ട്. ഓക്കെ, then see, ഈ പറയുന്ന അസംഷൻ എന്താണ്? ഹിഡൻ ഐഡിയ ദാറ്റ് മസ്റ്റ് ബി ട്രൂ if this argument is correct. Hidden idea that must be true for the argument. See, more farmers will use app if they are provided in languages they understand. ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആർഗ്യുമെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷിലായതുകൊണ്ട് കുറെ ഫാർമേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അൺസ്റ്റേറ്റഡ് ബിലീഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞ ആപ്പ്? യെസ്, if it is provided in the local languages, ഫാർമേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലാണെങ്കിൽ എന്തായിരിക്കും? കുറേം കൂടി ഫാർമേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റിയേനെ, ശരിയല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരുപാട് ഫാർമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ഇൻ ഇംഗ്ലീഷ്, ശരിയല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന അൺസ്റ്റേറ്റഡ് ബിലീഫ് ഇവിടെ എന്താണ്? കുറെ ഫാർമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയേനെ ഇഫ് അത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നെങ്കിൽ.
Okay, so assumption is always it is unstated belief, supporting the argument presented in the premise or in the passage. ശരിയല്ലേ? Conclusion നോക്കിക്കേ. The final claim the author wants to accept. Government should provide AI crop advisory apps in local languages. Okay, ഈ AI apps എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. കുറെ ഫാർമേഴ്സിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഭാഷ മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഗുണമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കണം? Yes, government should provide AI crop advisory apps in local languages. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇനിയും എനിക്ക് സംശയമാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമാണ്. തന്നെയല്ല, ഇൻഫറൻസും അസംഷനും കൺക്ലൂഷനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്, വഴികളുണ്ട്. അത് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. പാസേജസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഇൻഫറൻസ് ഈസ് ഓൾവേസ് the logic that follows the argument, or it is the logical outcome result of that particular argument or maybe whatever is stated. Okay, coming to conclusion, that is, yes, this is the final claim author wants to accept or wants us to accept, wants the readers to accept. Okay, then there is assumption, that is the unstated belief that support the argument. Okay, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. Now coming to this passage which is taken from CSAT 2026. Kalagram, the cultural village set up at Mahakumbh Mela, unfolded as a mosaic of India's diverse regions, each represented by 7 meticulously crafted Sanskriti Angans. Stepping through this grand portal was like entering another world. These thematic zones, inspired by iconic temples like this Dakshineshwar Kali Temple, Brahma Mandir, were treasure troves of regional artistry. Bengal's Pattachitra paintings, Assam's bamboo crafts, Tamil Nadu's Tanjavur paintings, Madhya Pradesh tribal sculpture, all were showcased in these living galleries, where 230 master artisans breathed life into them using age-old techniques, their hands shaping India's ancient history into creations to behold. What a beautiful passage, which is from 2026 paper. Now see the question, which of the following conclusions are valid? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിന്റെ final conclusion എന്താണ്? See, 7 Sanskriti Angans representing different regions of India had been showcased in Kalagram. Regional artistry was recognized via inspiration drawn from iconic temples. India's ancient history had been crafted by contemporary craftsmanship of 230 artisans into creations to behold. Art forms from all regions of India had been showcased in these living galleries. ഒന്ന് നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണത്? എക്സ്ട്രീം വേർഡ് ട്രാപ്പ് ഈസ് ദർ. ശരിയല്ലേ? ഇവിടെ പാസേജില് കുറെ റീജിയണൽ ആർട്ട് ഫോംസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഓൾ റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടോ? ഓൾ റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടോ? ഓൾ റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടോ? അതൊരു എക്സ്ട്രീം വേർഡ് ട്രാപ്പ് ആണ്, എക്സ്ട്രീം കീവേർഡ് ട്രാപ്പ് ആണ്. ഓക്കെ, ഓൾ, നെവർ, ഓൾവേസ്, കംപ്ലീറ്റ്ലി, ഓക്കെ, ഓൾ ദോസ് ആ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു എക്സ്ട്രീം സംഭവത്തെ പാസേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഓൾ റീജിയൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നില്ല, സോ ഞാൻ 4th one എലിമിനേറ്റ് ചെയ്തു. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? യെസ്, റീജിയണൽ ആർട്ടിസ്റ്ററി വാസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇൻസ്പിറേഷൻ ഡ്രോൺ ഫ്രം ഐക്കണിക് ടെമ്പിൾ. സോറി, അത് രണ്ടാമത്തതാണ്. മൂന്നാമത്തെ നോക്കൂ, ഇന്ത്യസ് ആൻഷ്യന്റ് ഹിസ്റ്ററി ഹാഡ് ബീൻ ക്രാഫ്റ്റഡ് ബൈ കണ്ടംപററി ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പാസേജിൽ കണ്ടംപററി ക്രാഫ്റ്റ്മാൻഷിപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ഈ 230 മാസ്റ്റർ ആർട്ടിസൻസ് എന്താണ് ഉപയോഗിച്ചത്? യെസ്, ഏജ് ഓൾഡ് ടെക്നിക്സ് ആണ്. ഏജ് ഓൾഡ് ടെക്നിക്സ് ആണ്, അല്ലാണ്ട് കണ്ടംപററി ടെക്നിക്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അതെന്തായി? യെസ്, അത് ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ എലിമിനേറ്റ് ചെയ്തു, വിച്ച് ഈസ് സംതിങ് കോൺട്രാസ്റ്റിംഗ്. ഓക്കെ, ഞാൻ അത് എലിമിനേറ്റ് ചെയ്തു. ഇവിടെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതും ഞാൻ എലിമിനേറ്റ് ചെയ്തു. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണ്. സോ ഐ കം അപ്പ് വിത്ത് ദ കൺക്ലൂഷൻ, 7 Sanskriti Angans representing different regions of India had been showcased in Kalagram. Regional artistry was recognized via inspiration drawn from iconic temples. ഈ രണ്ട് സംഭവവും പാസേജിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ 3ഉം 4ഉം സപ്പോർട്ട് ചെയ്യുന്നില്ല. നാലാമത്തെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തത് കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ്. ഏജ് ഓൾഡ് ടെക്നിക്സ് പറഞ്ഞു, പക്ഷെ പാസേജിൽ കണ്ടംപററി സാധനം തന്നു. മനസ്സിലായില്ലേ? അപ്പൊ പ്ലീസ് ടേക്ക് കെയർ ദാറ്റ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ബി കോൺഷ്യസ് എനഫ്. യെസ്, എന്താ പറയാ, കോൺഷ്യസ് എനഫ് to eliminate the choices. Eliminate cheyu. You will come up with the answer. Okay, you will come up with the answer. നോക്കൂ, ഇതില് 4 ഉള്ളത് ഞാൻ എലിമിനേറ്റ് ചെയ്തു, 3 ഉള്ളത് എലിമിനേറ്റ് ചെയ്തു. Then I come up with the answer 1 and 2 only. 1 and 2 only. അപ്പൊ ഞാൻ ഈ പാസേജിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ?
ഒരാൾക്കെങ്കിലും മനസ്സിലായോ? ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസ്, യു ജസ്റ്റ് പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു അണ്ടർസ്റ്റുഡ്. ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ്, സോറി, ഒരു 1 മിനിറ്റ് റിവിഷൻ ഒന്നുകൂടി പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക. പാസേജസിന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാസേജസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പൊടി തട്ടിയെടുക്കുക. ഫസ്റ്റ് തിങ് എന്താണ്? യെസ്, പാസേജിന് താഴെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ ചോയ്സസ് ഉണ്ടാവും. ചോയ്സസിൽ എക്സ്ട്രീം വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ യെസ്, കീപ് ആൻ ഐ ഓൺ രാജൻ കോശി. യു നോ, എക്സ്ട്രീം വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് കേസസിൽ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ആയിക്കോണമെന്നില്ല. ഓക്കെ, അത് കോണ്ടെക്സ്റ്റലി മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ സ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റിക്കോണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മോസ്റ്റ് കേസസിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് തെറ്റും. അതുകൊണ്ട് ഓൾ, ഓൺലി, ഓൾവേസ്, നെവർ, കംപ്ലീറ്റ്ലി, യൂണിവേഴ്സലി, ഇന്നവിറ്റബിളി, ഇമ്പോസിബിളി എന്നൊക്കെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ യെസ് ശ്രദ്ധിക്കുക. സെക്കൻഡ് ഞാൻ പറഞ്ഞു, ഔട്ട്സൈഡ് നോളജ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ഓർഡർ തരുന്ന കഞ്ഞിയും പയറും ആയിരിക്കും. നിങ്ങൾ പുറത്തുനിന്നുള്ള മട്ടൺ ബിരിയാണി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. ദാറ്റ് മീൻസ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ്, നിങ്ങളുടെ ഫാക്ച്വൽ നോളജ്, നിങ്ങളുടെ GS 1 2 3 4, നിങ്ങളുടെ essay, നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ നോളജ് ഇതിൽ അപ്ലൈ ചെയ്യരുത്. പാസേജ് പ്രിമൈസിൽ എന്താണ്, ആദ്യത്തെ വേർഡ് തൊട്ട് അവസാനത്തെ വേർഡ് വരെ എന്താണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നോക്കൂ, ആക്ടർ ചേഞ്ച് ട്രാപ്പ്. ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് പകരം ചോയ്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തരും. ഓക്കെ, ചിലപ്പം ഈ പറയുന്ന സോ കോൾഡ് ഓൾ ലൈക്ക് യു നോ ലൈക്ക് ഗ്ലോബൽ ആക്ടേഴ്സിന് പകരം ചിലപ്പം ഈ മോളിവുഡ് ആക്ടേഴ്സിന് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ലൈക്ക് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയും, ബോത്ത് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിന് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ മാറ്റി പ്രൈവറ്റ് സെക്ടർ ആക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ മാറ്റിയിട്ട് പ്രൈവറ്റ് സ്കൂൾ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ആക്ടർ ചേഞ്ച് വരുമ്പോൾ അതൊരു ട്രാപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. കോസ് ആൻഡ് എഫക്റ്റ് ട്രാപ്പ്, പോസിബിലിറ്റി ടു സർട്ടനിറ്റി, ഹാഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ട്രാപ്പ്. Then C is Cobb method for solving passages. ഞാൻ പറഞ്ഞു. S is for see the question first before reading the passage. എവിടെയാണ് വല വീശേണ്ടത് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ക്വസ്റ്റ്യനും അതിന്റെ ചോയ്സസും ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്തിട്ട് നിങ്ങൾ പാസേജിലേക്ക് പോകുമ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. സിമിലർ വേ സെൻട്രൽ ഐഡിയ എപ്പോഴും ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പാസേജിന്റെ സെൻട്രൽ ആശയം എന്താണ്, എന്താണ് അതിന്റെ ഇതിവൃത്തം, അതിന്റെ ക്രക്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എലിമിനേറ്റ് ബിഫോർ സെലക്ടിങ്. സോറി, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓൺലി ദ പാസേജ്. ഞാൻ പറഞ്ഞു പാസേജിന്റെ കോണ്ടെക്സ്റ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുക, പുറത്തെ നോളജ് അപ്ലൈ ചെയ്യേണ്ട. പിന്നെന്താണ്, സ്കോപ്പ് നോക്കുക. ഈ പറയുന്ന സോ കോൾഡ് എവറി ഓപ്ഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏജ് ഓൾഡ് ട്രഡീഷൻ വരാൻ കണ്ടംപററി ട്രഡീഷൻസ് അല്ലെങ്കിൽ ടെക്നിക്സ് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ചില ട്രാപ്പ് ഓൾറെഡി ചോയ്സസിൽ കിടപ്പുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, എലിമിനേറ്റ് ബിഫോർ സെലക്ടിങ്. ഓതേഴ്സ് ടോൺ മനസ്സിലാക്കുക. അത് ക്രിട്ടിക്കൽ ആണോ, കോഷ്യസ് ആണോ, ഒപ്റ്റിമിസ്റ്റിക് ആണോ, ബാലൻസ്ഡ് ആണോ, കൺസേൺഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. യെസ്, പിന്നെ 3 പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ് പാസേജസിൽ സ്ഥിരം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻഫറൻസ് ഈസ് ദർ, അസംഷൻ ഈസ് ദർ ആൻഡ് ദിസ് കൺക്ലൂഷൻ ഈസ് ദർ. അത് 3 നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു 2026 ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞ വെച്ചാൽ പാസേജ് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ആദ്യം ചോയ്സിലേക്ക് വന്നു. ചോയ്സിൽ നമ്മൾ ഈ പഠിച്ച റൂൾസ് അനുസരിച്ച് ചില സാധനങ്ങൾ എലിമിനേറ്റ് ചെയ്തു. അറിഞ്ഞോ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസറിലേക്ക് എത്തി. ശരിയല്ലേ? പക്ഷെ അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് വേണ്ട. ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ ഒരു പാസേജിന്റെ സെൻട്രൽ ഐഡിയ മനസ്സിലാക്കി വേണം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് സീരീസ് ഉണ്ടാവും. വി വിൽ ബി ഡെഫിനറ്റ്ലി ഡൂയിങ് ലോട്ട്സ് ഓഫ്. ഈ സീരീസിന്റെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ട് ഒരു 10-200 പാസേജസ് സോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 75 മാർക്ക് അഷ്വർ ആവുന്നുള്ളതാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ മടിയനും മടിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2027 CSAT comprehension will be a cakewalk for you. That is my guarantee. Is that clear? Gallant IAS, chasing your passion to ace.